നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ജവഹർലാൽ നെഹ്റു മാതൃസദസ്സിലെ വന്ദനം. കേന്ദ്ര ശിശുദിനം കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ സ്നേഹിച്ച നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. തൊപ്പിയും നീണ്ട ജുബയും അതിൽ ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖമുള്ള നെഹ്റു കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനായിരുന്നു എന്നും ആഗ്രഹിച്ചിരുന്നത്. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമ്പോൾ കുട്ടികൾ സമൂഹത്തിന്റെ കരുത്തെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നെഹ്റു. റോസാപ്പൂക്കളെ സ്നേഹിച്ച അദ്ദേഹം പൂന്തോട്ടത്തിലെ ഇതളുകൾ എന്നായിരുന്നു കുട്ടികളെ വിശേഷിപ്പിച്ചിരുന്നത്. ലിംഗഭേദമില്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ സ്നേഹിച്ച നെഹ്റു കുട്ടികളുടെ സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസമല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് ഏതൊരു വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും വളർച്ചയുടെ താക്കോൽ. അതുകൊണ്ട് തന്നെ എല്ലാ ശിശുക്കൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നെഹ്റു നടപ്പിലാക്കി. ഇന്നത്തെ കുട്ടികളെ നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്നായിരുന്നു ചാച്ചാജി വിശ്വസിച്ചിരുന്നത്. അതുപോലെ ജാതിയോ മതമോ നിറമോ ഭാഷയോ നോക്കാതെ എല്ലാവർക്കും തുല്യനീതി നേടിക്കൊടുക്കുക അതായിരുന്നു ചാച്ചാജിയുടെ നയം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെയും മതത്തിന്റെയും എന്താ അടമങ്ങൾ നടക്കുന്നത്? അതുപോലെ കൊച്ചു കുട്ടികൾ നേരെ എന്തെല്ലാം അതിക്രമങ്ങൾ! നമ്മുടെ നാട് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഉന്നതയിൽ എത്തി നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഇന്ന് കുട്ടികൾ ഏറെ ദുരിതം അനുഭവിക്കുന്നു. ഇത്തരം കാഴ്ചകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശം കൂടിയാണ് ഈ ശിശുദിനം ഓർമ്മപ്പെടുത്തുന്നത്. ഈ കേരളത്തിൽ 200-ൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നമ്മെ ഭയപ്പെടുത്തുന്നതാണ്.